നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. നമ്മളുടെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിലൊക്കെ പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിൽ വന്ന പൊടിപ്പ്. 2 പൊടിപ്പ് വന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്നും തല പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് റെഡ് കളറിൽ ഇതിൽ കാണും. റെഡ് കളറിൽ പൊടിപ്പ് വന്നിട്ടുണ്ട്. അടിയിൽ നിന്നൊരു പൊടിപ്പ് വന്നു. ഞാൻ അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെടിയിൽ 1, 2, 3 കളറായിട്ടുണ്ട്. ഇനി ഇതുമ്മേ 2 കൊമ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ജനുവരി 12-ാം തീയതി ആണ് ഫസ്റ്റ് ഘട്ടം ഗ്രാഫ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് ഒരു ഏകദേശം 15-18 ദിവസമായപ്പോഴേക്കും പൊടിപ്പ് വന്നു. അപ്പോൾ അത് കൃത്യമായ പരിചരണം തന്നെയാണ്. അപ്പോൾ ഇത് 3 ചെടികൾ അതൊക്കെ പൊടിപ്പ് വന്നു. ഇപ്പോൾ ഈ കണ്ടീഷനിൽ പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്ത ഗ്രാഫ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒട്ട് പൊടിഞ്ഞു പോകും. ഇതൊക്കെ ഇത് പൊടിപ്പ് ഇലയൊക്കെ വന്നതാണ്. ഇങ്ങനെ എല്ലാ ചെടികളും നമ്മൾ 3 ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ കൊമ്പിൽ 4 കൊമ്പ്, 4 + 1 5 ചെടി, 5 കളറാണ് ഈ ചെടിയിൽ വരിക. 5 ഗ്രാഫ്റ്റാണ് വരിക. 5 ഗ്രാഫ്റ്റ് പ്ലസ് ഇതിൻ്റെ അടിയിൽ നിന്നൊരു പൊടിപ്പ് വന്ന 6ാമത്തെ നോർമലും വരും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ചെടികളെല്ലാം തയ്യാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഗ്രാഫ്റ്റ് പൊടിപ്പ് പുറത്തേക്ക് വന്നില്ലേ, ഈ പൊടിപ്പ് വന്നു കഴിഞ്ഞാൽ ജൈവവളമായിട്ട് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് ലൈറ്റായിട്ട് വളരെ ഫൈൻ സ്പ്രേ ഒന്നിങ്ങനെ കൊടുക്കും, ലൈറ്റ്. പിന്നെ അല്ലെങ്കിൽ 30-10 സ്പ്രേ കൊടുക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലാസ്റ്റിക് അവിടുന്ന് പോന്നിട്ടില്ല, കട്ടായിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് വളങ്ങൾ കടയിൽ കൂടുതൽ കൊടുത്താലും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വേപ്പർ വന്നിട്ട് ആ ഭാഗം ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അടിഭാഗം കോഡക്സ് ചുങ്ങിപ്പോകുന്നു എന്നുള്ള തോന്നൽ വന്നാലും മൈൻഡ് ചെയ്യേണ്ട, നനയ്ക്കേണ്ട. ഗ്രാഫ്റ്റ് പിടിച്ചതിന് ശേഷം നനയ്ക്കുക. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു 6 ദിവസത്തേക്ക് വെള്ളം തൊടരുത്. പിന്നെ അതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ലൈറ്റായിട്ട് ഇതിൻ്റെ ബോഡിയിൽ, അതായത് കോഡക്സ് ഭാഗത്തേക്ക് ഒന്ന് സ്പ്രേ കൊടുക്കുക. അത്ര മതി, ലൈറ്റായിട്ട് സ്പ്രേ. പിന്നെ രാവിലത്തെ മഞ്ഞിൽ തന്നെ ചെടി അത്യാവശ്യം വെള്ളം വലിച്ചോളൂ. നമ്മളതിനെ കൂടുതൽ സഹായിച്ച് നാശാക്കരുത്. അപ്പോൾ അഡീനിയ കമ്മ്യൂണിറ്റി ഇതെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. എന്നാലേ ഈ ചാനൽ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഞാനത് നിർബന്ധമൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നുള്ള കാര്യങ്ങൾ ആണ് ചാനലിലെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. അല്ലാതെ ഒരാൾക്കൊരു വീഡിയോ കൂടുതലിലേക്ക് എത്തണം എന്ന് കരുതിയിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങളെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്രദമാകും, അങ്ങനെ ഉപകാരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ.